ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ ഞാൻ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വരുന്ന ഞാൻ നേരെ വന്നിട്ടുള്ളത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ഫാൻസിയിലേക്കാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഹോസ്റ്റലിൽ പെട്ടെന്നൊരു ഓണം സെലിബ്രേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു തട്ടിക്കൂട്ട് ഓണം അട്ടയർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ആരടുത്തും അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞതതിന് തിരിച്ച് നേരെ ഫാൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ആരെ കയ്യിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒന്നും ആരും പ്ലാൻ ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും പെട്ടെന്നായിരുന്നു ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഓണത്തിനിടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു നോർമൽ എത്നിക് വെയർ ഞാൻ ഇക്കനോട് പാർസൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർസലും കൂടെ വാങ്ങിച്ചിട്ടാണ് അത് നേരെ ഹോസ്റ്റലിലേക്ക് വന്നിട്ടുള്ളത്. ഹോസ്റ്റലിലെത്തിയപ്പോൾ ആ ഹോസ്റ്റലിൽ ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്. ആളെടുത്ത് കുറച്ച് നേരം വേണ്ടി പറഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഇനി റൂമിലേക്ക് കയറുവാണ്. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇനി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കാണ്. ഇതെൻ്റെ ഫ്രണ്ടും റൂംമേറ്റും ആയിട്ടുള്ള ആൽവി നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവൾക്ക് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തി പിന്നെ ഫുള്ള് നമ്മളെ ഡ്യൂട്ടിയിലായിരുന്നു. ഓണം സെലിബ്രേഷൻ അവിടെ നടന്നോ ഇല്ലയോ എന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള നെട്ടോട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഓഫീസിലെ ഓണം സെലിബ്രേഷനിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് നമ്മളെ ലഞ്ച് ബ്രേക്കിനൊന്ന് ഇറങ്ങിയപ്പോഴാണ് ഓഫീസിൽ ഇത് അവിടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്, പൂക്കളിട്ടിരിക്കുന്നത്, പിന്നെ വേറെ കുറേ കോമ്പറ്റീഷൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അറിയണത്. പിന്നെ ഓണത്തിന് സദ്യ ഇല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല കേട്ടോ. സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള തിരക്കിൽ ഞാൻ തിരിച്ചന്ന് വൈകുന്നേരം നാട്ടിലേക്ക് വരേണ്ടതുകൊണ്ട് തന്നെ നമ്മളെ പ്രോഗ്രാമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഞാനിത് ഓടിക്കതച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവസാനം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനൊക്കെയും കൂടെ അതാ ഒരു ഷോറൂമിലേക്ക് വന്നിട്ടുള്ളതാണ് ബൈക്കിൻ്റെ. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ചെറിയൊരു ആക്സസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ അവിടെയും നല്ല കിടിലനായിട്ടുള്ള ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ കുറേ നേരം അവർ ഓണം സെലിബ്രേഷനൊക്കെ നോക്കിയെന്ന് അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി വാങ്ങിക്കാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന പുതിയ അതിഥി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കൻ്റെ വണ്ടിക്ക് കുറേ ഇക്ക മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ടി യൂസേജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇക്കൻ്റെ ലാസ്റ്റ് വണ്ടി വാങ്ങിച്ചിട്ടൊരു 8 വർഷത്തോളമായി. അപ്പം ആ വണ്ടിക്ക് ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ ചുമയും ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയിൽ പലപ്പോഴും ഇക്കാക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, മൂപ്പർക്ക് ചുമയും ജലദോഷവും വളരെ കൂടും. അപ്പം മഴയത്ത് പിന്നെ ഈ ബൈക്കിൻ്റെ മുകളിൽ പോകൽ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഒന്നും നോക്കണ്ട, ഇനി ഓണത്തിൻ്റെ ഓഫർ ടൈമിലൊരു ബൈക്ക് അങ്ങോട്ട് വാങ്ങിക്കാമെന്ന്. അങ്ങനെയാണ് ഈ ഒരു വണ്ടീൻ്റെ പിന്നിൽ കഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി വാങ്ങി നമ്മളെ ഫസ്റ്റ് റൈഡാണ്. അങ്ങനെ നമ്മൾ തിരിച്ചതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിച്ച സമയത്ത് നമുക്കൊരു സ്യൂട്ട് കേസ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു സ്യൂട്ട് കേസ് അൺബോക്സിംഗ് ആണ് ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ സ്യൂട്ട് കേസ് നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഗിഫ്റ്റിൽ 3-4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കയ്യിലില്ലാത്തതും എന്നാൽ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സാധനം ഇതായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം VIP ബ്രാൻഡിൻ്റെ ഒരു ചെറിയ ഒരു സ്യൂട്ട് കേസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവം അടിപൊളി. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് അങ്ങനെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് വീട്ടിലേക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഓണത്തിൻ്റെ ഓഫർ നടക്കില്ലെന്ന് വെച്ചിട്ട് വാഷിംഗ് മെഷീനും ആ ഒരു ടൈമിൽ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കൂടെ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ലീവ് കിട്ടിയ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനും ഇക്കയും കൂടെ പുറത്തിറങ്ങി ഇങ്ങനെ നമ്മൾ കുറേ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച് ഇപ്പോൾ വാഷിംഗ് മെഷീനിന് പല ഓഫേഴ്സാണ്. ഒരു സെയിം ഐറ്റത്തിന് തന്നെ പല ഷോപ്പിലും പല റേറ്റൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി ലാസ്റ്റ് നമ്മൾ മൈജിയിലാണ് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൈജിയിൽ നിന്നാണ് ലാസ്റ്റ് നമുക്ക് നമ്മളെ വാഷിംഗ് മെഷീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടി മൈജിയിൽ എത്തിയ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ആ സമയത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളതിന് ബില്ല് പേ ചെയ്ത് അങ്ങനെ താഴേക്ക് ഇറങ്ങുവാണ്. ഇവിടെയും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് സിറ്റി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൈജിയിൽ നിന്ന് വാഷിംഗ് മെഷീനൊക്കെ ഓർഡർ ചെയ്ത് ഇനി അവർ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുതരും എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ മൈജിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ 2 ബോക്സസ് ഉണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള. അതും കൊണ്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്.
കുറേ കാലമായി ഞാൻ പാനിപൂരി കഴിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇക്കനോട് പാനിപൂരിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇക്കഥ എനിക്ക് പാനിപൂരി വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ നെയ്ബറും നമ്മളുടെ റിലേറ്റീവും കൂടി ആയിട്ടുള്ള നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണമുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കല്യാണത്തിന് പങ്കെടുക്കണം. അപ്പം നമ്മൾ അവിടെ എത്തി. ഇന്ന് ബ്രൈഡിൻ്റെ വീട്ടിലെ പരിപാടിക്ക് പോകുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പം നമ്മളിതാ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി സൺഡേ, അതായത് നെക്സ്റ്റ് ഡേ ആണ് നമ്മളുടെ ഗ്രൂമിൻ്റെ വീട്ടിലെ കല്യാണം. ഗ്രൂമിൻ്റെ ടീമാണ് നമ്മളുടെ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അത്രയും അടുത്തിട്ടാണ് ഈ കാണുന്നതാണ് നമ്മളെ വീട്. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മളെ വീടെന്ന് പറയുന്നത്. ഈ നേരെ കാണുന്നതാണ് നമ്മളെ ഗ്രൂമിൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള നമ്മളെ നെയ്ബറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് നടക്കുന്ന ഒപ്പനയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വീഡിയോയിൽ ആ ഒരു ഓഡിയോ ഇൻക്ലൂഡ് ആക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ്. അപ്പം അവിടെ ഒപ്പനയും പിന്നെ ഈ ഒരു ഫാമിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും സിംഗേഴ്സാണ്. ഇവിടുത്തെ മക്കളാണെങ്കിലും വന്ന് കയറിയിട്ടുള്ള മരുമക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെയെന്നറിയില്ല, എല്ലാവരും സിംഗേഴ്സാണെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ഫാമിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ ഒപ്പനയും ഡാൻസൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം ഒന്ന് ഒതുങ്ങിയപ്പോൾ പിന്നെ ഞാനും ഇക്കയൊക്കെ പോയിട്ട് കിടന്നുറങ്ങി. ഇനി പിറ്റേ ദിവസം നമ്മളുടെ ഗ്രൂമിൻ്റെ വീട്ടിലെ പ്രോഗ്രാമാണ്. അത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല, അത് വേറൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ ഞാനും ഇക്കയും കൂടെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് സൺഡേ ആണ്. അപ്പം സൺഡേ എനിക്ക് രാത്രി തിരിച്ച് കൊച്ചിയിലേക്ക് വരേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പരിപാടിക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് നേരം നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് വരാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത്തവണത്തെ ഈ ഓരോ ഓണം എന്ന് പറയുന്നത് ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ഓണമായിരുന്നു കേട്ടോ. നമ്മൾ ഓണമായിട്ടും സദ്യ ഒന്നും കഴിച്ചില്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾക്ക് ഓരോ ദിവസം ഓരോരോ പരിപാടികളായിരുന്നു. വണ്ടി വാങ്ങുക, വാഷിംഗ് മെഷീൻ വാങ്ങുക, കല്യാണം, പർച്ചേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളൊരു ഭയങ്കര റഷായിരുന്നു. വീട്ടിലിരിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ എന്തായാലും ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് ദിവസമായിരുന്നു ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പിന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ കുറച്ച് നേരമെങ്കിലും വീട്ടിൽ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ അതും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ വീട്ടിലെ പ്രോഗ്രാം പോലെ തന്നെയായിരുന്നു നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ സൺഡേ നമ്മളെ ഗ്രൂമിൻ്റെ പ്രോഗ്രാമിന് വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ എത്തുമ്പോഴേക്ക് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ എൻട്രിയൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തിരിച്ച് നേരെ ട്രെയിനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ലേറ്റായി കഴിഞ്ഞാൽ പ്രശ്നമാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വന്നിട്ട് നേരെ എല്ലാവരെയും ഒന്ന് കണ്ടതിന് ശേഷം വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ വേഗം തന്നെ തിരിച്ചിറങ്ങാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 6 മണിക്കാണ്. അപ്പം എൻ്റെ ട്രെയിന് ഒരു 7:30 ആ ഒരു ടൈമിലായിരുന്നു. അപ്പം അത്ര ഒരു ഗ്യാപ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും കിട്ടിയ സമയം നമ്മൾ നല്ല യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമ്മളിതാ തിരിച്ച് വേഗം തന്നെ നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ബാഗൊക്കെ പാക്ക് ചെയ്ത് വേഗം തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.